നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. സ്കൂൾ കുട്ടികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചുവെച്ച് വിൽപ്പന നടത്തിവന്നയാളെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. എടതിരുത്തി ചെട്ടിയാൽ സ്വദേശി തൊപ്പിൽ വീട്ടിൽ ഷിഹാബാണ് പോലീസിന്റെ പിടിയിലായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാട്ടൂരിൽ നടത്തിയ പരിശോധനയിലാണ് 142 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഇയാളെ പിടികൂടിയത്. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ SI ബാബു ജോർജ്, GSI സുധീർ, GSI ധനേഷ്, മിനി, SCPO മുഹമ്മദ് ഷൌക്കർ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച കഞ്ചാവുമായി യുവാവിനെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കൽ സ്വദേശി കുപ്പിക്കാടൻ വീട്ടിൽ ആഷിഖാണ് പിടിയിലായത്. ലഹരിവിരുദ്ധ സ്പെഷ്യൽ ഡ്രൈവായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് പ്രതി വലയിലായത്. പാലക്കൽ പരിസരത്തു നിന്നാണ് ചേർപ്പ് പോലീസ് ഇയാളെ കഞ്ചാവുമായി പിടികൂടിയത്. പ്രതിയായ ആഷിഖ മുൻപും ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സമാനമായ രീതിയിൽ കുട്ടികൾക്ക് വിൽപ്പന നടത്താനായി കഞ്ചാവ് സൂക്ഷിച്ച കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. കൂടാതെ ഇയാൾ ഒരു വധശ്രമ കേസിലും പ്രതിയാണ്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ SI കൃഷ്ണപ്രസാദ്, GSI ഷീജ, GSCPO അനീഷ്, CPOമാരായ സുജിത്ത്, ലിജുമോൻ, ടെസ്മോൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഡ്രൈ ഡേ ഇല്ല, മുടക്കങ്ങളില്ല, രാവെന്നോ പകലെന്നോ ഇല്ല. 24 മണിക്കൂറും മദ്യപാനം നടത്തിയിരുന്ന സഞ്ചരിക്കുന്ന ബാർ എക്സൈസ് പിടികൂടി. എക്സൈസ് വകുപ്പ് നടപ്പിലാക്കിയ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായുള്ള രാത്രികാല പെട്രോളിംഗിനിടെയാണ് പഴയന്നൂർ റേഞ്ചിലെ എളനാട് കിഴക്കുമുറി ജുമാ മസ്ജിദിന് മുൻവശം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ പ്രവർത്തിച്ചിരുന്ന ബാർ പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട പാലക്കാട് ആലത്തൂർ കണ്ണമ്പ്ര കല്ലിങ്ങപ്പാടം പുതുപ്പിള്ളി വീട്ടിൽ ഷാജിയെ അറസ്റ്റ് ചെയ്തു. ഇയാളിൽ നിന്നും 41 കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടിച്ചെടുത്തു. തൃശൂർ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KM സജീവും സംഘവും ചേർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. മദ്യത്തിനു പുറമെ ഓട്ടോറിക്ഷയും പണവും കസ്റ്റഡിയിലെടുത്തു. സ്ഥിരമായി മദ്യം ഓട്ടോറിക്ഷയിൽ കൊണ്ടുവന്ന ആവശ്യക്കാർക്ക് വണ്ടിയിലിരുന്ന് കുടിക്കാനുള്ള സൗകര്യങ്ങൾ പ്രതി ചെയ്തു കൊടുത്തിരുന്നുവെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ചക്കാലമായി പ്രതിയെ എക്സൈസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. ഉയർന്ന വിലക്കാണ് പ്രതി മദ്യം വിൽപ്പന നടത്തിയിരുന്നത്. പല സമയത്തായി പല ബിവറേജ് കോർപ്പറേഷന്റെ ചില്ലറ വിൽപ്പനശാലയിൽ നിന്നും പകൽ വാങ്ങുന്ന മദ്യമാണ് പ്രതി വിൽപ്പന നടത്തിയിരുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ പ്രിവന്റീവ് ഓഫീസർമാരായ TJ രഞ്ജിത്ത്, K ലത്തീഫ്, കിഷോർ കൃഷ്ണൻ, സിവിൽ എക്സൈസ് ഓഫീസർ JO ജെറിൻ എന്നിവരും ഉണ്ടായിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് പറപ്പൂക്കര ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യകാര്യ സ്ഥിരസമിതി അധ്യക്ഷ ബിന്ദു സുരേഷ് അധ്യക്ഷത വഹിച്ചു. വരന്തരപ്പിള്ളി സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയിലെ യോഗ ഇൻസ്ട്രക്ടർ ഷീന പ്രദീപ് യോഗാദിന സന്ദേശം നൽകി. ഡോക്ടർ ഇന്ദു, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിമിഷ ശ്രീനിവാസൻ, പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷ ജീന സലീഷ്, ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷ ഷാജു കോമ്പാറക്കാരൻ, പഞ്ചായത്തംഗങ്ങളായ ഫ്രാൻസിസ് പടിഞ്ഞാറേത്തല, ലതാ കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. നെന്മണിക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടത്തി. മാളിയേക്കൽ തറവാട്ടിലെ ക്ഷേത്രത്തിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത്. യജ്ഞാചാര്യൻ വിജയ് മുകുന്ദരാജ് പ്രഭു ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വെള്ളിയാഴ്ച ഭാഗവത സപ്താഹയജ്ഞം സമാപിക്കും. ശനിയാഴ്ചയാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം. അന്ന് രാവിലെ ഗണപതി ഹോമം, കലശാഭിഷേകം, ഉച്ചയ്ക്ക് അന്നദാനം, വൈകുന്നേരം ദീപാരാധന എന്നിവയുൾപ്പെടെയുള്ള വിശേഷാൽ പൂജകൾ നടക്കും. മറ്റത്തൂർ GLPSലെ ഗണിതശാസ്ത്ര ക്ലബ്ബ് പഞ്ചായത്തംഗം KR ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് TR രാഗേഷ് അധ്യക്ഷനായി. പ്രധാനാധ്യാപിക TM ശകുന്തള, പഞ്ചായത്തംഗം അക്ഷയ് സന്തോഷ്, സീനിയർ അധ്യാപിക പ്രീതി ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ട ശില്പശാലകളും പ്രദർശനവും ഉണ്ടായിരുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില.
സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി, ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 12,845 രൂപയും പവന് 1,02,760 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.